നമസ്കാരം മച്ചം ബീച്ച്. ഇപ്പോൾ തൽക്കാലം നമ്മളുള്ളത് ഈ മാരാരി ബീച്ചിലാണ്, നമ്മുടെ ചേർത്തലയ്ക്കടുത്തുള്ള മാരാരി ബീച്ച്. അപ്പം വളരെ വിശാലമായൊരു ബീച്ചാണിത്. വളരെ നീളത്തിൽ കിടക്കുന്ന വളരെ മനോഹരമായ ബീച്ചാണിത്. തൽക്കാലം ഈ ബീച്ചിൽ വലിയ വൃത്തികേടുകളൊന്നുമില്ല, അഴുക്കൊന്നുമില്ല, വളരെ ക്ലീനായി കിടക്കുന്ന ബീച്ചാണ്. അതൊക്കെ എൻ്റെ പുറകിലോട്ടൊക്കെ നോക്കിയാൽ കാണാം. വളരെ നീളത്തിലുള്ള വളരെ വിശാലമായ ബീച്ചാണ്. പിന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്. കാരണം ഇതിൻ്റെ സൈഡൊന്നും നമ്മുടെ ചെറായി ബീച്ച് പോലെ ആളുകൾ അക്വയർ ചെയ്ത് അധികം റിസോർട്ടൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ വലിയ പ്രശ്നമില്ലാതെ പാർക്ക് ചെയ്യാം. ഇനി കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ആളുകളൊക്കെ കുഴഞ്ഞു പിടിക്കും, നമ്മുടെ ചെറായി പോലെ തന്നെ വലിയ ബുദ്ധിമുട്ടാകും തോന്നുന്നു. പക്ഷേ ഇപ്പോൾ തൽക്കാലം വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ വിശാലമായിട്ട് സ്ഥലമുണ്ട്. എത്ര വണ്ടി വേണേലും നമുക്ക് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ വന്ന് നമ്മൾ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് നേരെ വന്നാൽ മതി. ഇഷ്ടം പോലെ പാർക്കിംഗ് ഉണ്ട്. അപ്പം വളരെ മനോഹരമായ ബീച്ചാണ്. ഫാമിലിയായിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ബീച്ചാണ്. നല്ല വൃത്തിയുണ്ട്, നല്ല സ്പേസ് ഉള്ള ബീച്ചാണ്. ഞാൻ കാണിച്ചു തരാം, നോക്കിയാൽ ഞാൻ അറ്റം വരെ ഉണ്ട് കേട്ടോ. ഞാൻ അറ്റം വരെ കാണുന്നത് ബീച്ചാണ്. കേട്ടോ, വളരെ മനോഹരമായ ബീച്ചാണ്. അങ്ങേ അറ്റം വരെ നമുക്ക് നടക്കാൻ പറ്റത്തില്ല. ഇഷ്ടം പോലെ ബാക്കിലോട്ട് സ്പേസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് കുറേ മുന്നോട്ട് വന്നിട്ട് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞിങ്ങോ വന്നിങ്ങി അറ്റത്താണ് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം ആളുകളൊക്കെ കണ്ടില്ല, അങ്ങ് ദൂരെ കാണുന്ന ആ ഭാഗത്താണ് ആളുകളൊക്കെ ഇറങ്ങി നിൽക്കുന്നത്. കാരണം അവിടെ തന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയാൽ അവിടേക്ക് ഇറങ്ങും. അവിടെയാണ് ആൾ കൂടുതലുള്ളത്. ഈ ഭാഗത്തേക്കൊന്നും ആളുകൾ അങ്ങനെ വരാറില്ല കേട്ടോ. വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ ഈ ഭാഗത്തേക്ക്. ഈ ഭാഗത്ത് വളരെ സൗകര്യമായിട്ട് നമുക്ക് നിൽക്കാവുന്നതാണ്. വലിയ തിരക്കൊന്നുമില്ല. അതായത് തെക്കോട്ട് വരണം, തെക്ക് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് സ്പേസ് ഉണ്ട്. പിന്നെ നല്ല വൃത്തിയാണ്, ബീച്ച് നല്ല വൃത്തിയാണ്. പിന്നെ അധികം തിരയൊന്നുമില്ല. വളരെ ഡേഞ്ചറായിട്ടുള്ള ഒരു കടലല്ലെന്ന് തോന്നുന്നു. ഇത് നമുക്ക് കടലിനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. എപ്പോഴാണ് ഇതിൻ്റെ സ്വഭാവം മാറുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പോൾ ആളുകളൊക്കെ ഇറങ്ങി കുളിക്കുന്നുണ്ട് കേട്ടോ. ദൂരെ കണ്ടോ, ആളുകളൊക്കെ ഇറങ്ങി കുളിക്കുന്നുണ്ടോ? അപ്പോൾ ആളുകളൊക്കെ ഇറങ്ങി കുളിക്കുന്നുണ്ട്. അപ്പോൾ വലിയ ഡേഞ്ചറായിട്ടുള്ള സ്ഥലമല്ലെന്ന് തോന്നുന്നു. അപ്പോൾ എറണാകുളത്തൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് എത്തിപ്പെടാവുന്ന ഒരു ബീച്ചാണിത്, മാരാരി ബീച്ച്. അപ്പം ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയ സ്ഥലമാണിത്. പിന്നെ വരുന്നവർ വെള്ളം ഒക്കെ കരുതിയിട്ട് വരിക. കാരണം ഈ ബീച്ചിൻ്റെ ഇങ്ങേ അറ്റത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമൊന്നും കിട്ടാനുള്ള ഒരു കടകളൊന്നുമില്ല. വെള്ളമൊക്കെ കരുതി വരിക, ചെറിയ സ്നാക്സൊക്കെ കരുതിക്കൊണ്ട് വരിക. ഇറങ്ങുന്ന ഭാഗത്ത് മാത്രമേ ഉള്ളൂ കടകളൊക്കെ. പിന്നെ പട്ടം പറത്താനൊക്കെ പറ്റിയ സ്ഥലമാണ്. കണ്ടില്ലേ, പട്ടമൊക്കെ പറത്തുന്നുണ്ടാകും. എനിക്കിവിടെ ആകെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് നമ്മൾ വണ്ടി തിരിച്ചു വരുമ്പോൾ, അതായത് ഒരു 7:30-8 മണിയാകുമ്പോൾ തിരിച്ചു വരുമ്പം ഈ ബീച്ചിലേക്ക് വരുന്ന വണ്ടികളും അതുപോലെ തിരിച്ചു വരുന്ന വണ്ടികളുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സ്പേസ് ഇല്ലാതെ, അതായത് റോഡുകളൊക്കെ വളരെ ഇടുങ്ങിയതായതുകൊണ്ട് വളരെ സ്പേസ് ഇല്ലാതെ ഒരു 1/4 മണിക്കൂറോളം നമുക്ക് കിടക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനൊരു പ്രശ്നമുണ്ട്. അതെനിക്ക് തോന്നി ഈ വിശേഷ ദിവസങ്ങളിലൊക്കെ ഉള്ളെന്ന് തോന്നുന്നു. ഇത് തിരുവോണത്തിൻ്റെ തലേന്നായതുകൊണ്ടായിരിക്കണം. അപ്പം അത്തരം അവസരങ്ങളിൽ ഒരു ട്രാഫിക് വാർഡനെയോ 1-2 ട്രാഫിക് വാർഡന്മാരെ ഇവിടെ നിയമിച്ചു കഴിഞ്ഞാൽ ഈ തിരക്കൊന്ന് ഒഴിവായി കിട്ടും. തലങ്ങും വിലങ്ങും ഒന്നും നോക്കാതെ വണ്ടികൾ വന്നിട്ട് ഇവിടെ ബ്ലോക്ക് ഉണ്ടാകുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും അധികാരികൾ. ഓക്കെ, അപ്പോൾ മച്ചമ്പീസ്, അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരുന്നിടം വരെ കാണാം. അപ്പോൾ എല്ലാവരും സമയം കിട്ടുമ്പോൾ എറണാകുളത്തൊക്കെ ഉള്ളവർ മാരാരി ബീച്ചിലേക്ക് എത്തുക. വളരെ മനോഹരമായ ബീച്ചാണ്. ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യുക. ഓക്കെ, ബൈ.